വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നല്ല അടിപൊളി ഒരു നാടൻ താറാവ് മപ്പാസാണ് വെക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 1/2 കിലോ താറാവ് കഷ്ണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞതും, അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ മൂപ്പിച്ചിട്ടാണ് നമ്മൾ താറാവിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും, 1.5 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഒരു 30 to 40 സെക്കൻഡ്സ് വഴറ്റിയാൽ മതിയാവും. അതും കൂടെ ഈ താറാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. താറാവിന് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ്. ഈ താറാവിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് 4 വിസിൽ വരെ അടിക്കേണ്ടി വന്നു. നിങ്ങൾ താറാവിൻ്റെ വേവ് നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, താറാവിറച്ചി വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് 2ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ട് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഈ ഓയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം 1/2 കപ്പ് 1ാം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം. അപ്പോൾ ഇതിൽ താളിപ്പാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ താറാവ് മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി നാടൻ താറാവ് മപ്പാസ് റെഡിയായി. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അധികം പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.